CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ED എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ED ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ CPMനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ED മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ED യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ED 2-3 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ വളരെ ഗൗരവമുള്ള പണം, കുഴൽപ്പണം വെടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം 9 കോടിയിലധികം ഉറുപ്പിക തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാക്ക് കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് RSകാർക്കും BJPക്കാർക്കും നല്ല ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അതും ഈ ED തന്നെ നടത്തിയിട്ടുള്ളതാണ്. രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം, അവർ തന്നെ സ്വന്തം പണം ഉണ്ടാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിക കൈക്കൂലി ചോദിച്ചു വാങ്ങി മുമ്പോട്ടേക്ക് പോകുന്ന നിലയാണ്. ഈ 3 കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേസ് അവരെടുത്തിട്ടുള്ളത് കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ ED എടുത്ത മൊത്തം കേസിൻ്റെ എണ്ണം 193 എന്ന് കൃത്യമായിട്ട് ലോകസഭയിലും രാജ്യസഭയിലും പറഞ്ഞ കണക്കാണ്. രേഖാപരമായിട്ട് മന്ത്രി തന്നെ ആകെ 193 കേസ് 10 കൊല്ലം കൊണ്ട് 2015 മുതൽ 2025 വരെ. എന്നിട്ട് അതിൽ ശിക്ഷിക്കപ്പെട്ട കേസ് അത്രേ അറിയോ കാര്യങ്ങൾ എല്ലാം വാർത്താ മാധ്യമങ്ങൾ വന്നെയാണ്. 2 കേസാണ്. 193 കേസ് ചാർജ് ചെയ്തിട്ട് 2 കേസിൽ ശിക്ഷിക്കുക, ബാക്കി മുഴുവൻ കേസ് ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാതെ ഒരു തെളിവുമില്ലാത്ത രീതിയിൽ കേസുണ്ടാക്കുകയാണ്. ആ കേസ് ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടും പ്രതിപക്ഷത്തിന് പൊതുവായിട്ടും എതിരായ ശക്തമത്തായ രീതിയിലുള്ള കള്ള കഥ തയ്യാറാക്കി കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് EDയുടെ മുഖമുദ്ര. ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഞങ്ങൾ തൃശ്ശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരു ആളെയും CPIM വെറുതെ വിട്ടിട്ടില്ല. ആ കേസിൻ്റെ ഒരുവണ്ണൂർ കേസിൻ്റെ ഭാഗമായിട്ട് തന്നെ. എന്നാൽ ഇത് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാൻ വേണ്ടി പാർട്ടിയെ പ്രതിയാക്കുക, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 നേതാക്കന്മാരെയും പ്രതിയാക്കുക, ഇങ്ങനെ ഓരോരോ കഥ പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും CPIMനെയും പ്രതിക്കൂട്ടിൽ നിർത്താം എന്നാണ് ED ധരിക്കുന്നതെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനെ ജനകീയമായ അതിശക്തമത്തായ രീതിയിലുള്ള പിന്തുണയോടെ ഞങ്ങളിതിനെ നേരിടും. അതേപോലെ തന്നെ രാഷ്ട്രീയമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടും, നിയമപരമായിട്ട് നേരിടും. നിയമപരമായി നേരിട്ടപ്പോൾ നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. 193 2 ശിക്ഷിക്കപ്പെട്ടത്. ബാക്കിയെല്ലാം കപട രീതിയിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കേരളത്തിലെ CPIMനെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും രീതിയിൽ പോറലേൽപ്പിക്കാനാവുമെന്ന ഒരു തെറ്റിദ്ധാരണയും EDക്ക് വേണ്ട, കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട. നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന ഞങ്ങൾ കേരളത്തിലുടനീളം ജനങ്ങൾക്കിടയിൽ ശക്തിയായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായിട്ട് നേരിടും, നിയമപരമായിട്ട് നേരിടും. ഇതാണ് ഇതൊന്നും ആൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും മാത്രം ഞങ്ങളെ വോട്ടൊന്നും മാറുന്നില്ല. അതങ്ങനെ ചില ആൾ ധരിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഞങ്ങളെല്ലാം പാർട്ടി എന്തോ ആയി പോകുന്നുള്ളൂ. ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. കാരണം കള്ളത്തരം പ്രചരിപ്പിക്കാനും കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഏജൻസിയാണ് ED എന്ന് ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാം. പകൽ പിടിച്ച പോലെ അറിയാം. അത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൃത്യമായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങളുള്ളൂ. വെറുതെ വർത്തമാനം പറയണ്ട. കണ്ടെത്തി ആര് കണ്ടെത്തി? എന്ത് കണ്ടെത്തി? അത് പിന്നെ കണ്ടെത്തി ആരംഗീകരിക്കുന്നു? ഇവിടെ ആരംഗീകരിക്കുന്ന ഏത് കണ്ടെത്തല? എന്തിൻ്റെ കണ്ടെത്തലിനെ പറ്റിയ ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക.
എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും ഭയങ്കരമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ, ഒരു ചുക്ക് പ്രത്യാഘാതം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല, ഞങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് കാര്യത്തിലല്ല, ഏത് സാഹചര്യത്തിലും ഇത് ഗൂഢാലോചന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പിന്നെ പറഞ്ഞതിൻ്റെ പച്ച മലയാളമല്ലേ. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലുള്ള ജനങ്ങൾക്കുണ്ട്. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. സുപ്രീം കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ടുള്ള ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ എന്തും ചെയ്യാൻ മടിയുള്ള ഒരുതരം സെറ്റാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്.